ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറാണ് ഗൈസ്. ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർ ആവാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നോവയും കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പിലായതുകൊണ്ട് നമ്മൾ ഈ മാരുതി 800 എടുത്തുകൊണ്ടാണ് വന്നത് ഗൈസ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇവൻ മാരുതി 800. മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തപ്പം ഇവനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി എടുത്തിട്ട്. അപ്പം ഈ ഇടയ്ക്ക് സുമോയും ഒന്ന് എടുത്തു, പക്ഷേ ഇവനെ ഇതുവരെ എടുത്തിട്ടില്ല. അതാണ് സുമോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവനെ നമ്മൾ എടുത്തിട്ടില്ലല്ലോ, അതാണ് പിന്നെ ഇവനെ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെറ്റാക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു റേഡിയേറ്റർ കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെ റെഡിയാക്കി അങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇതേ ഗൈസ്, ഒരു പെട്ടി ഓട്ടോ നമ്മുടെ വെള്ളിമൂങ്ങയ്ക്ക് വട്ടം വെച്ച് ഗൈസ്. ഓക്കെ, ഫോർച്യൂണറൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇങ്ങോട്ട് വരാനാന്ന് തോന്നുന്നു. നമ്മൾ പോയേക്കാം, എന്നിട്ട് അവനെ ഇങ്ങോട്ട് കടത്തി വിടാം. കൂടാ. ഓക്കെ, ഇതുവഴി നമ്മൾ അവിടെ പോയിട്ട് ഇതുവഴി നമ്മുടെ ബസ് എടുത്തുകൊണ്ട് വരണം ഗൈസ്. ഇതുവഴിയാണ്. ഒരു കയറ്റമാണ് ഗൈസ്. ഇതുവഴിയാണ് നമ്മൾ അവനെ എടുത്തുകൊണ്ട് വരേണ്ടത്. മാരുതി 800 പെട്രോൾ എഞ്ചിനാണെങ്കിലും നല്ല പവറോടെ കയറുന്നുണ്ട് ഗൈസ്. ഇതുവഴി നമ്മൾ പോയി ആ ബസ് എടുത്തുകൊണ്ട് ഇതിലേക്കൂടാണ് വരേണ്ടത്. നമ്മുടെ ഇതുപോലത്തെ ഇറക്കവും കയറ്റവും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അവിടെ ആയിട്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ഗൈസ്. അവിടെ ആയിട്ട് നമ്മൾ പോയി നമ്മുടെ വണ്ടി, ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. ഇതേ ഗൈസ്, ഇവിടെ ആക്സിഡൻറ്റ് കണ്ട് നടന്നു ഗൈസ്. ഒരു വെള്ളിമൂങ്ങ, ഒരു പ്രൈവറ്റ്, പിന്നെ ഒരു ടാങ്കർ, ഇവിടെ ഒരു ട്രാവലർ. എൻ്റെ പണിതേ കിടക്കുന്ന ഒരു ട്രാവലർ. ഇനി നമുക്ക് നേരെ വണ്ടിയെടുത്ത് പറത്തി നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് വിടാം. നമ്മളിന്ന് നേരത്തെയാണ് പോകുന്നതെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളോട് 7 മണിക്ക് വരാനാണ്, 8 മണിക്ക് വരാനാണ് പറഞ്ഞത്. നമ്മളിപ്പം 7:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും ഗൈസ്. നമ്മൾ കുറച്ച് നേരത്തെയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ഗൈസ്. ഇത്രയും നാൾ നമ്മൾ എടുക്കാതിരുന്നോണ്ടാന്ന് തോന്നുന്നു. നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്. ഇത്രയും നാൾ എടുക്കാതിരുന്നിട്ടും നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്നോവ വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഇവനെ എടുത്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റി ഗൈസ്. അപ്പോൾ ഇവനെ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് എവിടെ ഇടുവെന്നുള്ളതാണ് ഒരു ഡൗട്ട്. അത്യാവശ്യം ചെറിയ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഐറ്റം, ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. നമുക്ക് ഇവനെ ഇവിടേക്ക് കയറ്റി ഇടാം. കേരടാ. ഗൈസ്, അവിടെ ഒരു വെള്ളിമൂങ്ങ കിടക്കുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇടാം. വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതേ ഒരു ഓട്ടോയും കിടക്കുന്നു, പിന്നെ ഒരു ടാങ്കറും കിടക്കുന്നു. അപ്പോൾ സീനൊന്നും ഇല്ലായിരിക്കും. ഇവിടെ ഇടാം. ഇതിൽ ഏത് ബസ്സാണ് നമുക്ക് ഓടിക്കേണ്ടത് എന്ന് ചോദിക്കണം ഗൈസ്. ഗൈസ്, അപ്പം നമുക്ക് ട്രിപ്പ് എടുക്കാനുള്ള വണ്ടി വന്നിട്ടില്ല ഗൈസ്. അവൻ വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. നമ്മുടെ വണ്ടി വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ വണ്ടി ഓട്ടത്തിലാണ്. അവനെ ഇവിടെ വിട്ടിട്ട്, അവൻ ഇന്നലെ നൈറ്റായിരുന്നു. അപ്പം അതാണ്, ഇപ്പം അവനെ ഇവിടെ കൊണ്ടുവരും. നമ്മളതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ നേരത്തെ വന്നുകൊണ്ടാണ് ഇത്രയും വണ്ടിയൊന്നും വരാഞ്ഞത്. അതാണ്. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് വണ്ടി നേരെ ട്രിപ്പ് എടുക്കാമായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ കാണാൻ നിൽക്കാം. ഗൈസ്, അങ്ങനെ നമുക്ക് ട്രിപ്പ് എടുക്കേണ്ട ഐറ്റം വന്നിട്ടുണ്ട്. ഈ ബസ്സാണ്. സൈഡിൽ ഒരു ടാങ്കർ ലോറിയൊക്കെ ഉണ്ട്. ഇതാണ് കോട്ടയം എറണാകുളം ലിമിറ്റഡ് സ്റ്റോപ്പാണ് ഗൈസ്.
ഓക്കെ, ഇപ്പം നമ്മൾ ഡ്രൈവർ നേരത്തെ ഇപ്പം കൊണ്ടുവന്ന് ഇട്ടതാണ് ഗൈസ്. ഇപ്പം നമ്മളങ്ങോട്ടൊക്കെ ചുമ്മാ ഒന്ന് തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഡ്രൈവർ കൊണ്ടിട്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണ്. ഓക്കെ, ഷട്ടറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് വിൻഡോടെ. ഒക്കെ മഴയായതുകൊണ്ടാണ് ഇട്ടത്. ഇപ്പം നമ്മളെടുക്കുമ്പോഴും മഴയല്ലേ, അതുകൊണ്ട് അതൊന്നും പൊക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, നമുക്ക് എടുക്കാനായിട്ട് നല്ല എളുപ്പമുണ്ട് ഗൈസ് ഇങ്ങനെ ഇട്ടുകൊണ്ട് വണ്ടി. ഓക്കെ, BS4 വണ്ടി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പോകുമ്പോൾ കുറേ ഹെയർ പിന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ്. കുറേ ഹെയർ പിന്നൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഉഗ്രൻ അടിപൊളി വളവ് വന്നിട്ടുണ്ട് ഗൈസ്. വേറെ ഒരു ഹെയർ പിന്ന് വന്നിട്ടുണ്ട്. ഹെയർ പിന്നല്ല, ഹെയർ പിൻ പോലൊരു വളവാണത്. ഓക്കെ ഓക്കെ, അതങ്ങനെ വളച്ചെടുത്തു. അത് വലിയ സീനൊന്നും ഇല്ലായിരുന്നു ഗൈസ്, അത് വലിയ സീനൊന്നും ഇല്ലായിരുന്നു വളയ്ക്കാൻ. ഓക്കെ, അങ്ങനെ മഴയെല്ലാം മാറി. ഓക്കെ, നമുക്ക് നമ്മുടെ വിൻഡോയുടെയൊക്കെ ഷട്ടർ പൊക്കി വെക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, ഇത് ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു റിസ്കി ഏരിയ ഉണ്ട് ഗൈസ്. ഒരു ഹെയർ പിന്നാണ്, മൊത്തം ബ്ലോക്കായി കിടക്കുവാണല്ലോ. ഓക്കെ, നമ്മൾ ആ ഹെയർ പിന്നൊക്കെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മളതെല്ലാം കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേ അടുത്തത്. എൻ്റെ മോനെ ഫുള്ള് ഹെയർ പിന്നാണല്ലോ. ഇത് ഹെയർ പിന്നൊന്നും അല്ല ഗൈസ്. അവനെ തട്ടി ഗൈസ്, ആ ഫോർച്യൂണറിനെ തട്ടി.
ഇവിടെ എന്താണ്, കുറേ ബ്ലോക്കാണോ? ഓഹ്, കുറേ വണ്ടികളൊക്കെ നിൽപ്പുണ്ടല്ലോ. അതെ, ഒരു വെള്ളിമൂങ്ങ ബ്ലോക്ക് ആക്കിയതാണ് ഗൈസ്. അതെ, ബാക്കിൽ ഒരെണ്ണം വരുന്നു. ഓക്കെ, നമുക്ക് ആ വീടയിലൊന്നും തട്ടാതെ അങ്ങ് വരണം. ഇതേ ഒരു വെള്ളിമൂങ്ങ ബ്ലോക്ക് ആക്കിയതാണ്. ഇവനൊന്ന് കയറ്റം കയറാൻ അറിയാൻ മേലെങ്കിൽ എന്തിനും ഇവിടെയൊക്കെ പോകുന്നത്? ഗൈസ്, കയറ്റം കയറാൻ അറിയാതെ കണ്ട് ഇറങ്ങി വരുന്നതാണ് ഗൈസ്. ഓക്കെ, ഇനി ഇവനെ എങ്ങനെ കിടക്കും? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മൾ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഇവിടുന്ന്, അയ്യോ ഗൈസ് കഴിഞ്ഞു പോയല്ലോ. ഇനി ഇവിടുന്ന് റൈറ്റ് എടുക്കാം ഗൈസ് നമുക്ക്. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഇവിടെ ഇങ്ങോട്ട് ഇനി ലെഫ്റ്റ് എടുത്ത് അങ്ങ് പോവാം. ഓക്കെ, ഈ സൈഡ് തട്ടിയോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ കൊണ്ട് നമ്മൾ വണ്ടി നിർത്തണം. എന്നിട്ട് അവിടുന്ന് ആൾക്കാരെ എല്ലാം കയറ്റി നമ്മൾ അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വന്നതാണ്. നമ്മൾ പെട്ടുപോയി ഗൈസ്. ഓക്കെ, തത്തല്ലേ. ഓക്കെ, ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ പെട്ടുപോയി. അവിടെ നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഓവർടേക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ സിഗ്നലുമായി. നമ്മൾ പെട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇവിടുന്ന് റൈറ്റ് എടുക്കണം. ഓക്കെ, ഇനി ഇങ്ങോട്ട് ലെഫ്റ്റ്. ഓക്കെ ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി നിർത്തുവാണ്. ഇനി ഇവിടെ അടുത്താണ്, ഇനി ഇവിടുന്ന് അടുത്താണ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, ഇനി വീണ്ടും റൈറ്റിലേക്ക്. ഓക്കെ, ഇവിടുന്ന് നേരെ പോകുമ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് റൈറ്റിലേക്കാണ് ഗൈസ്. ഓക്കെ, ഇനി ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഓക്കെ, നമുക്ക് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി അങ്ങ് കയറ്റിയേക്കാം. ഓക്കെ, ഇത് ബസ് സ്റ്റാൻഡാണോ? ബസ് ഫുള്ള് വേറെ വേറെ വണ്ടികളൊക്കെയുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടാങ്കർ, അതുപോലെ തന്നെ ഏഷ്യർ, ഇന്നോവ, പോളോ, കുറേ കാറുകളെല്ലാം കിടപ്പുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും വണ്ടി ഇങ്ങോട്ടേക്ക് ഇടാം. ഓക്കെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എല്ലാ ആളും എല്ലാം കയറുവാണെങ്കിൽ അവരെയും കൂടെ കയറ്റിക്കൊണ്ട് നമുക്ക് അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഗൈസ്. ഓക്കെ, ഇനിയും കുറച്ച് ദൂരമേ ഉള്ളൂ. ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ എറണാകുളത്തെത്തി നമ്മൾ. ഓക്കെ, ഡോറ് തുറന്ന് കൊടുത്തില്ല ഗൈസ് ആരെയും കയറാൻ. ഓക്കെ, നമുക്ക് നേരെ ഡോറും കൂടെ തുറന്ന് കൊടുത്തിട്ടങ്ങ് ഇറങ്ങാം. നമ്മൾ സ്ഥിരം മറന്നു പോകുന്നൊരു കാര്യമാണ് ഡോറ് തുറക്കാൻ. ഓക്കെ അങ്ങനെ നമ്മൾ ഡോറെല്ലാം തുറന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മേളിലെങ്ങാനും കയറി നിൽക്കാം. ഇവിടെ ആയിട്ട് ഇനിയൊരു സംഭവമുണ്ട്, സ്റ്റെപ്പ് പോലെ. ഇതിൻ്റെ മേളിൽ നമുക്ക് കയറി നിൽക്കാം ഗൈസ്. ബസ്സിൻ്റെ അല്ല, നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ. ഓക്കെ, നമുക്ക് ചുമ്മാ അവിടെ കയറി നിൽക്കാം. അപ്പോഴത്തേക്ക് ആളെല്ലാം കയറട്ടെ. ഓക്കെ, ഇവിടെ കയറി നിൽക്കാം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് വണ്ടിയുടെ അടിപൊളി പിക്കും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, താഴെ പോവല്. അയ്യോ ഗൈസ്, ഇപ്പോൾ നമ്മൾ താഴെ പോയേനെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എറണാകുളത്തെ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാരെ കയറ്റി ഇപ്പം നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇനി ഇവിടെ അടുത്തുള്ളൊരു ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇവരെല്ലാം ഇറക്കി വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അവിടെ വെച്ച് നമ്മുടെ ട്രിപ്പ് അവസാനിക്കുവാണ് ഗൈസ്. ഓക്കെ, അവിടെ നിന്ന് ഇനിയും വല്ല KSRTC എല്ലാം പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം. ഓക്കെ, അതാണ് അടുത്ത പരിപാടി. ഓക്കെ, ഇവിടുന്ന് ഇനി റൈറ്റാണ് കേട്ടോ. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് എടുക്കാം. ഓക്കെ നമുക്ക് നേരെ അങ്ങ് പോവാം.
ഗൈസ് ഒരു KSRTC വന്നത് സൈഡിൽ ഇടിച്ചിട്ടുണ്ട് ഗൈസ്. വെളിവില്ലാതെ ഓരോരുത്തൻ വണ്ടി ഓടിക്കുന്നു. നൈസായിട്ട് കൊണ്ടങ്ങ് ഇടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും തട്ടാതെ അങ്ങ് ഇറക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. ഓക്കെ, ഇങ്ങോട്ട് ഇവിടെ ഇടാൻ സ്ഥലമില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇച്ചിരി കൂടെ നീക്കി അങ്ങോട്ടേക്ക് മാറ്റിയിടാം. ഓക്കെ, അവിടെ സ്ഥലമില്ലെന്ന് തോന്നുന്നു. ഫുള്ള് ബസ് വന്ന് നിരന്ന് കിടക്കുവാണ്. അതാണ് നമ്മൾ ഇങ്ങോട്ടേക്കിടാൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, ഇനി അങ്ങേ അറ്റത്ത് വല്ലതും പോയി സ്ഥലം പിടിക്കണം. അങ്ങേ അറ്റത്തുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ 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 തട്ടാതെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നല്ലൊരു ഇടിവെട്ട് മഴയൊക്കെ പെയ്ത് ഗൈസ്. ഓക്കെ ഓക്കെ, ബമ്പർ തട്ടുമോ? ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ ബമ്പർ തട്ടാതെ അങ്ങ് കയറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സ്ഥലം ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ. ഓക്കെ, അധികം അങ്ങ് അടുപ്പിക്കണ്ട, ബാക്ക് തട്ടും. ഇവിടെ കിടക്കട്ടെ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി മഴ കൊള്ളാതെ അങ്ങോട്ട് പോയി നിൽക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഡോറെല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ ഓക്കെ, ആരും ഇറങ്ങുന്നില്ലല്ലോ ഗൈസ് വണ്ടിക്കകത്തുനിന്ന്, മഴയായിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ ചിക്കനെ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ അവിടോട്ട് പോയി നിൽക്കാം ഗൈസ്. അവിടെ നല്ല മഴയാണിപ്പോൾ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പം ബൈ ബൈ.